അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ യാത്രാ ദുരിതം നേരിടുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ രൂപപ്പെട്ട വൻ ഗർത്തങ്ങൾ വാഹനയാത്ര തീർത്തും ദുഷ്കരമാക്കി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷം ഉയരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത അടച്ചുകെട്ടിയത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ അടിപ്പാത നിർമ്മാണം ലാഘവത്തോടെ കണ്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ദിനംപ്രതി 1,00,000 വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. 10 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് അടിപ്പാത നിർമ്മാണം ബാധിച്ചിട്ടുണ്ടാവുക. മഴ കനത്തതോടെ സർവീസ് റോഡുകളിൽ രൂപപ്പെട്ട വൻ ഗർത്തങ്ങൾ വാഹനയാത്ര തീർത്തും ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ഇവയിൽ ചാടി അപകടങ്ങൾ നിത്യസംഭവമായതായി പ്രദേശത്തെ വ്യാപാരികൾ പറഞ്ഞു. വാഹനങ്ങൾ ടയർ പൊട്ടിയും ആക്സിൽ ഒടിഞ്ഞ് റോഡിൽ കിടക്കുന്നതും കൂടി. കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴികൾ കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാകുമ്പോൾ നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്താനോ പരിഹരിക്കാനോ ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുന്നൊരുക്കമില്ലാതെ തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത അടച്ച് സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ട് അമ്പല്ലൂരിനെ സ്തംഭനാവസ്ഥയിലാക്കി. അമ്പല്ലൂരിലെ നിർമ്മാണത്തിൽ NHAI വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും കാര്യമായി ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇതോടെ കരാർ കമ്പനി തോന്നുംപടി കാര്യങ്ങൾ നിശ്ചയിക്കുന്നുവെന്ന സ്ഥിതിയാണെന്നും ആരോപണമുണ്ട്.